ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ രേവതിയുടെ പൂക്കടയില്ലേ, വീടിന് മുമ്പിലിട്ടിരിക്കുന്ന പൂക്കട. ആ പൂക്കട അവിടെ ഇരിക്കുന്നത് നമ്മുടെ ചന്ദ്രക്കും ശ്രുതിക്കൊന്നും ഇഷ്ടമില്ലല്ലോ. ചന്ദ്ര പണ്ട് തൊട്ടേ അത് ഇട്ടപ്പോൾ തൊട്ട് പറയുവാണ് ആ പൂക്കട എങ്ങനെയെങ്കിലും മാറ്റണം, എങ്ങനെയെങ്കിലും മാറ്റണമെന്ന്. അപ്പോൾ ഈ ചന്ദ്രയും ശ്രുതിയും കൂടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആരും അറിയാതെ അവർ പോയി കംപ്ലൈൻറ്റ് കൊടുക്കും കോർപ്പറേഷൻ ഓഫീസിൽ. കാരണം നമ്മുടെ രേവതിക്ക് ലൈസൻസ് ഒന്നും ഇല്ലാതെയാണ് അവൾ വീടിന് മുമ്പിൽ പൂക്കട കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കും. അപ്പോൾ കോർപ്പറേഷൻകാർ വന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ രേവതിയുടെ പൂക്കടയുടെ പൂവണ്ടിയും എല്ലാം കൊണ്ടുപോകും. എന്നിട്ട് ഇനി ഇവിടെ പൂക്കട നടത്തരുതെന്ന് പറഞ്ഞ് വാണും ചെയ്യും. ഇത് രേവതിക്ക് ഭയങ്കര സങ്കടവും. ആരാ കംപ്ലൈൻറ്റ് കൊടുത്തതെന്നൊന്നും അവർ പറയത്തില്ല. ഇങ്ങനെ ഒരു ലൈസൻസ് ഇല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു കട നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് രേവതിയുടെ പൂക്കട അവർ കൊണ്ടുപോകും. ഇത് രേവതിക്ക് ഭയങ്കര സങ്കടമെന്ന് വെച്ചാൽ ഭയങ്കര സങ്കടവും. രേവതിയുടെ ജീവൻ കൊണ്ടുപോകുന്നത് പോലുള്ള സങ്കടമായിരുന്നു രേവതിക്ക്. രേവതി അത് സച്ചിയോട് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരിക്കും രാത്രിയൊക്കെ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കാനും രേവതി വൈകും. കാരണം രാത്രി അത്രയും കരഞ്ഞാണ് രേവതി ഉറങ്ങിയത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും താമസിക്കും. അതിന് ചന്ദ്ര അവിടെ കിടന്ന് ഒച്ചപ്പാടായിരിക്കും. ശ്രുതിക്കും വർഷക്കൊക്കെ ജോലിക്ക് പോകേണ്ടതാണ്. ശ്രുതിക്കൊരു ചായ പോലും അവൾ ഇത്രയും നേരമായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. നിനക്കിപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ, പണിയൊന്നും പൂക്കടമൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ ഇങ്ങനെ കിടന്നുറങ്ങുവാണോ, പണിയൊക്കെ ആര് വന്നെടുക്കും എന്ന് പറഞ്ഞ് രേവതി ചീത്ത പറയുവാണ്. രേവതി തിരിച്ചും പറയുന്നുണ്ട്, ശ്രുതിക്കിടാലോ, ശ്രുതിക്ക് ചായ വേണമെങ്കിൽ ശ്രുതിക്കിട്ട് കൊടുത്തൂടെ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ചീത്ത പറയുന്നുണ്ട്. അവരൊക്കെ കോടീശ്വരന്മാരുടെ വീട്ടിലെ പിള്ളേരാ, നീ അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ എടുക്കണം, നീ വേണം അവർക്ക് ചായ ഇട്ട് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്ത പറച്ചിലായിരിക്കും. പൂക്കട പോയതിൽ നല്ല സന്തോഷമുണ്ട് ചന്ദ്രയ്ക്കും ശ്രുതിക്കും. സച്ചിക്കാണെങ്കിൽ രേവതി വിഷമിക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് വിഷമം. സച്ചി എന്നിട്ട് കൂട്ടുകാരന്മാരായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുവാണ്. രേവതിയുടെ പൂക്കട പോയാൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ ഓട്ടോ ഓടിക്കുന്ന ടൈമിൽ രേവതി എനിക്ക് കാറൊക്കെ മേടിച്ച് തന്ന് എന്നെ സന്തോഷിപ്പിച്ചതാണ്. അവൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, അവൾക്ക് വേണ്ടി ഒരു AC കട ഇട്ട് കൊടുത്താലോ, പക്ഷെ അതിന് കുറേ കാശാവില്ലേ എന്നൊക്കെ കൂട്ടുകാരന്മാർ ചോദിക്കും. അതുമാത്രമല്ല, പൂക്കടകളൊക്കെ ഇങ്ങനെ ചെറിയ കട ഇടുന്നതാണ് നല്ലത്. AC ഷോറൂമിലൊന്നും കയറി ആരും പൂവൊന്നും മേടിക്കാൻ പോകുന്നില്ല. എന്ത് ചെയ്യും, ഇനിയും പൂക്കട ഇട്ടാലോ എന്ന് കൂട്ടുകാരന്മാർ പറയുമ്പോൾ ലൈസൻസ് ഒന്നും ഇല്ലാതെ ഇനി അത് തുടങ്ങാൻ പറ്റില്ല എന്ന് സച്ചി വളരെ വിഷമത്തോടെ തന്നെ പറയുവാണ്. അപ്പോഴാണ് ഒരു കൂട്ടുകാരനെ കോള് വന്നിട്ട് ഒരു ഓൺലൈൻ ഓർഡറിനെ പറ്റി അയാളുടെ വൈഫ് സംസാരിക്കുന്നത്. അപ്പോൾ സച്ചിക്ക് ഒരു ഐഡിയ തോന്നും. രേവതിക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് മുമ്പിലല്ലേ കടയിട്ടല്ലേ പൂക്കട നടത്താൻ പറ്റാത്തത്, അവൾക്കൊരു വണ്ടി മേടിച്ചു കൊടുത്താൽ അവൾക്ക് ഓൺലൈനിൽ പോലെ ഡെലിവറി ചെയ്യുന്നത് പോലെ ഈ സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ പോലെ ആവശ്യക്കാരുടെ വീട്ടിലോട്ട് പൂ കൊണ്ടുപോയി കൊടുക്കാമല്ലോ. നമ്പർ കൊടുത്താൽ മതിയല്ലോ, എല്ലാവരും വിളിച്ച് അവൾക്ക് ഓർഡർ കൊടുത്താൽ അവൾക്ക് വീടുകളിലൊക്കെ വീട് തോറും പൂ കൊണ്ടേ കൊടുക്കാമല്ലോ എന്നൊരു ഐഡിയ സച്ചിക്ക് തോന്നുന്നത്. അതിനായിട്ട് ആദ്യം വേണ്ടത് വണ്ടിയാണല്ലോ, സ്കൂട്ടർ. അപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ പറയും നല്ല പ്ലാനാണ് സച്ചി, നീ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണം. സച്ചിക്കും അത് സന്തോഷവും. കാരണം എന്താണെന്ന് വെച്ചാൽ രേവതിയെ അത്രയും വിഷമിച്ച് സച്ചി കണ്ടിട്ടില്ല. രേവതിയുടെ സങ്കടം എന്ന് പറഞ്ഞാൽ സച്ചിയുടെ സങ്കടവും കൂടിയാണ്. കൂട്ടുകാരന്മാരൊക്കെ കൂടി പൈസ ഒപ്പിച്ച് സച്ചിയുടെ കൊടുക്കും. കുറച്ച് പകുതി കാശ് ഒപ്പിച്ച് സച്ചി സ്കൂട്ടറിൻ്റെ ഷോറൂമിൽ പോയിട്ട് ഒരു നല്ല സ്കൂട്ടർ തന്നെ മേടിക്കും. രേവതിയുടെ ഫേവറേറ്റ് കളർ സ്കൂട്ടർ തന്നെ മേടിക്കും. എന്നിട്ട് സർപ്രൈസായിട്ട് ഇൻസ്റ്റാൾമെൻറ്റിലാണ് മേടിക്കുന്നത്. എന്നിട്ട് സർപ്രൈസായിട്ട് വീട്ടിൽ പോവും. ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് എല്ലാവരെയും വിളിച്ച് വീടിൻ്റെ പുറത്ത് കൊണ്ടുവരും. ചന്ദ്ര കളിയാക്കുന്നുണ്ട്, അവൻ്റെ വണ്ടി എവിടെയെങ്കിലും വെച്ച് നിന്നു പോയിട്ടുണ്ടാവും, അതുകൊണ്ട് ഞങ്ങളെ തള്ളാൻ വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് ചന്ദ്ര പുച്ഛിക്കുവാണ്. സച്ചി ഈ വണ്ടി മേടിച്ച കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഗേറ്റിൻ്റെ പുറത്തിട്ടിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്, ഇവരൊക്കെ ഒന്ന് പുറത്തോട്ട് വന്നതും കാത്ത്. എന്നിട്ട് എല്ലാവരും കൂടി വീടിൻ്റെ പുറത്തെത്തുമ്പോഴേക്കും സച്ചി പറയും, വാ എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഗേറ്റിൻ്റെ അടുത്തോട്ട് വിളിച്ചുകൊണ്ടും പോവും. എന്നിട്ട് തുറന്നിട്ട് കാണിക്കും, കണ്ടോ എൻ്റെ പുതിയ വണ്ടി കണ്ടോ എന്ന് പറഞ്ഞു. ഇത് ഞാൻ രേവതിക്കായിട്ട് മേടിച്ചു കൊടുത്ത വണ്ടിയാണ്, എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുറത്തോട്ട് വിളിച്ചതെന്ന് പറയുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷവും. എന്നാലും രേവതി പറയും, ഇതിനായിട്ട് എന്തോരം കാശായിട്ടുണ്ടാവും സച്ചിയേട്ടാന്ന് പറയുമ്പോൾ സച്ചി പറയും, അതൊന്നും സാരമില്ല, എനിക്ക് നിൻ്റെ സന്തോഷമാണ് വലുതെന്ന് പറഞ്ഞ് രേവതിക്ക് കൊടുക്കുവാണ്. എന്നിട്ട് പറയും, ഇതിൻ്റെ പുറകിലൊരു പെട്ടിയും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ആവശ്യത്തിന് പൂമാല ഇതിൻ്റെ ഉള്ളിലിട്ട് വീടുകൾ തോറും നിനക്ക് കൊണ്ടുപോയി നടക്കാം. കാരണം നിൻ്റെ പൂക്കടക്ക് അല്ലേ ലൈസൻസ് ഇല്ലാത്തുള്ളത്, ഇങ്ങനെ വണ്ടി ഓടിച്ച് പൂവിക്കാൻ ലൈസൻസ് ഒന്നും വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രക്കും ശ്രുതിക്കൊക്കെ നല്ല ദേഷ്യം വരുവേ. വർഷക്കും ശ്രീകാന്തിനും അച്ഛനൊക്കെ നല്ല സന്തോഷമാണ്. കാരണം സച്ചി ഒരു വണ്ടി മേടിച്ച് രേവതിയുടെ സങ്കടമൊക്കെ മാറ്റി കൊടുത്തല്ലോ. വർഷയൊക്കെ കൺഗ്രാജുലേഷനൊക്കെ പറയും. കാരണം രേവതി ചേച്ചി സങ്കടപ്പെട്ടിരുന്നപ്പോൾ അവർക്കും സങ്കടമായിരുന്നു. അപ്പോൾ സച്ചി ഈ വണ്ടി ഗിഫ്റ്റായിട്ട് കൊടുത്തപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി. പക്ഷേ ചന്ദ്രയും ശ്രുതിയും അവർക്ക് നല്ല ദേഷ്യമാണ്.
രേവതിക്ക് ജോലിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ പലരും പുച്ഛിക്കുമായിരുന്നില്ലേന്ന് സച്ചി പറയും. അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് ഇങ്ങനൊരു ഐഡിയ എനിക്ക് തോന്നി ഇങ്ങനൊരു വണ്ടി മേടിച്ചു കൊടുത്തത്. ഇനി രേവതിയും അധ്വാനിക്കും. രേവതിയും ബാക്കിയുള്ളവരെ പോലല്ല, രേവതി പൂക്കട ഒരു വെറൈറ്റി ജോബാന്ന് പറഞ്ഞ് രേവതിയെ ഒരുപാട് പൊക്കുന്നുണ്ട്. എന്തായാലും വരും കാഴ്ചകളുടെ എപ്പിസോഡ് ഞാൻ അപ്ലോഡ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.